ഐവാ സിൽക്സ്, കാസർഗോഡ്, കാഞ്ഞങ്ങാട്, മാംഗ്ലൂർ. കേരള ബി.ജെ.പിക്ക് പുതിയ മുഖം നൽകാൻ എത്തിയതാണ് നമ്മുടെ സുരേന്ദ്രൻജി. അമിത്ഷാജി, മോദിജി, സുരേന്ദ്രൻജി, വല്ലാത്തൊരു കോമ്പിനേഷനാണ് ഈ പേരിന്. അതെ, സുരേന്ദ്രൻജി എത്തിയത് കേരള ബി.ജെ.പിക്ക് ഒരു പുതിയ മുഖം നൽകാനാണ്. അങ്ങനെയാണ് ബി.ജെ.പിയുടെ പല പേജുകളും പറഞ്ഞത്. പക്ഷേ പൊന്നു സുരേന്ദ്ര, പൊട്ടി അവസാനം ഒരു ആറ്റം ബോംബ് തന്നെ പാർട്ടിക്കകത്ത് പൊട്ടിയല്ലോ. ബി.ജെ.പിയുടെ സംസ്ഥാന സമിതി അംഗം, കാസർകോട്ടെ പ്രമുഖ ബി.ജെ.പി നേതാവ്, സംഘപരിവാറിന്റെ ഇഷ്ടത്തോഴൻ രവിശതന്ത്രി കുണ്ടാറും ബി.ജെ.പിയിൽ നിന്ന് രാജിവെച്ചിരിക്കുകയാണ്. സുരേന്ദ്ര, കാനനപ്പാതയിൽ ഹാൻഡ്സ് ഉപയോഗിച്ചതിൻ്റെ 8ന്റെ പണിയാണോ അയ്യപ്പൻ നിങ്ങൾ സംസ്ഥാന പ്രസിഡന്റ് ആയതിനു ശേഷം ഇങ്ങനെ മെല്ലെ മെല്ലെ തരുന്നത്? പറഞ്ഞു വരുന്നത് നഷ്ടപ്പെട്ടത് വലിയ ഒരു ബോംബിനെ തന്നെയാണ്. അതായത് ബി.ജെ.പിക്ക് തിരഞ്ഞെടുപ്പ് സമയങ്ങളിൽ പൊട്ടിക്കാനുള്ള ഒരു വലിയ ബോംബ് തന്നെയായിരുന്നു രവിശതന്ത്രി കുണ്ടാർ. ഈ പൊട്ടലിൽ അതും പൊട്ടിയപ്പോൾ ആകെ വിഷമിച്ചു പോയിരിക്കുകയാണ് കേരളത്തിലെ ബി.ജെ.പിയുടെ നേതാക്കന്മാർ. ഇത് മാത്രമല്ല, കൂട്ടരാജി സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു. മലപ്പുറത്ത് 40ഓളം വരുന്ന കുടുംബങ്ങൾ പൗരത്വ ഭേദഗതി നിയമത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് ബി.ജെ.പിയിൽ നിന്ന് രാജിവെക്കുന്നു. കഴിഞ്ഞ ദിവസം പുറത്തു വന്ന മറ്റൊരു വാർത്ത എന്ന് പറയുന്നത് തിരുവനന്തപുരത്തെ ബി.ജെ.പിയുടെ പ്രമുഖ നേതാവായിട്ടുള്ള ബിജു എം RSS ക്ഷേത്രത്തിനകത്ത് രാഷ്ട്രീയവൽക്കരണം നടത്തുന്നു, കപട ഹിന്ദു സ്നേഹം കാണിക്കുന്നു എന്നാരോപിച്ചുകൊണ്ട് പ്രമുഖ ബി.ജെ.പിയുടെ തിരുവനന്തപുരത്തെ നേതാവ് രാജിവെച്ചത് വലിയ വാർത്തയായിരുന്നു. ഇപ്പോഴിതാ സംസ്ഥാന സമിതി അംഗം, ഒരുപക്ഷെ കാസർകോട്ടെ ബി.ജെ.പിക്കാർക്ക് അങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റാത്ത ഒരു പ്രമുഖനായ നേതാവും കൂടിയാണ് രവിശതന്ത്രി കുണ്ടാർ. ഇവരൊക്കെ രാജിവെച്ചു പോകുമ്പോൾ വിരൽ ചൂണ്ടുന്നത് സുരേന്ദ്രന് നേരെയാണ്. കാരണം ദേശീയ നേതൃത്വം സുരേന്ദ്രനെ കുറിച്ച് പറഞ്ഞത് ഇങ്ങനെയാണ്: സുരേന്ദ്രൻജി സംസ്ഥാന പ്രസിഡന്റ് ആയിക്കഴിഞ്ഞാൽ കേരളം തന്നെ നമുക്ക് പിടിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. ആദ്യം സ്വന്തം കൂടെയുള്ളവരുടെ കൈ പിടിച്ച് പുറത്തു പോകരുത് എന്ന് പറയൂ, എന്നിട്ടാകാം കേരളത്തെ പിടിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാൻ. വല്ലാത്തൊരവസ്ഥയിലാണ് സുരേന്ദ്രൻജി നിങ്ങളുള്ളത്. എനിക്ക് തോന്നുന്നത് ഈ ഹൈന്ദവ ആചാരപ്രകാരം, ഹൈന്ദവരുടെ ചില നിയമങ്ങൾ പ്രകാരം, അതിൽ ഞങ്ങൾക്ക് വിശ്വാസമുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം അവിടെ നിൽക്കട്ടെ, അയ്യപ്പൻ്റെ ഒരു പവിത്രമായ ഒരിടത്ത് പോയിട്ട്, അതും കാനനപാതയിൽ പോയിട്ട് ഹാൻഡ്സ് വെച്ച നിങ്ങളോട് അയ്യപ്പൻ ഇത്തിരി ദേഷ്യമൊക്കെ കാണില്ലേ? ആ പണിയാണോ ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്? കാരണം നിങ്ങൾ അധികാരത്തിലേറിയതിന് ശേഷം ബി.ജെ.പിയുടെ തീപ്പൊരി പ്രാസംഗിക ശോഭാ സുരേന്ദ്രൻ അപ്രതീക്ഷിതമാണ്. ശോഭാ സുരേന്ദ്രനെ കാണാനേ ഇല്ല. അല്ലെങ്കിൽ മുക്കിന് ചെറ്റകൾ കെട്ടി ചെറ്റകളിലൊക്കെ പ്രസംഗിക്കുന്ന നമ്മുടെ ശോഭാ സുരേന്ദ്രനെ ഇപ്പോൾ അപ്രതീക്ഷിതമായിട്ടാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ നൽകുന്നുള്ളത്. കാരണം നിങ്ങൾ അധികാരത്തിലേറിയതിനു ശേഷം നിങ്ങളുടെ തീപ്പൊരി പ്രാസംഗിക ശോഭാ സുരേന്ദ്രൻ അപ്രത്യക്ഷമായിരിക്കുകയാണ്. മുക്കിന് ചെറ്റകൾ കെട്ടി ചെറ്റകളിലൊക്കെ പ്രസംഗിച്ചിരുന്ന നമ്മുടെ ശോഭാ സുരേന്ദ്രനെ ചാനൽ ചർച്ചയിലോ അല്ലെങ്കിൽ പൊതുവേദികളിലോ കാണാത്തത് മലയാളികളെ സംബന്ധിച്ചിടത്തോളം വല്ലാത്ത വിഷമമാണ്. അതിന് നിങ്ങളാണ് ഒരാൾ ഉത്തരവാദി. കാരണം നിങ്ങൾ അമാതിരി പണി നമ്മുടെ മലയാളികൾക്ക് തരാൻ പാടില്ലായിരുന്നു. കാരണം ശോഭാ സുരേന്ദ്രനായിരുന്നു ടെൻഷനുകൾക്കിടയിലെ മലയാളികളുടെ ഏകാശ്വാസം. പൊട്ടിച്ചിരിയുടെ പുതിയ വ്യാഖ്യാനങ്ങളുമായി ശോഭ വരുമെന്ന് കാത്തിരിക്കുന്ന ഞങ്ങൾക്ക് ഇനി ഒരൊറ്റ പ്രതീക്ഷയുള്ളൂ: നിങ്ങളൊന്ന് രാജിവെക്കുക, ശോഭാ സുരേന്ദ്രനെ സംസ്ഥാന അധ്യക്ഷനാക്കുക. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ MT രമേശ്, ബി.ജെ.പിയുടെ പ്രമുഖ നേതാക്കളൊക്കെ സുരേന്ദ്രനോട് ചൊടിച്ച് മാറി നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ ഇനിയും ഒരു വലിയ കൂട്ടരാജി നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം മലപ്പുറത്ത് 40 കുടുംബങ്ങൾ, തിരുവനന്തപുരത്ത് ഒരു പ്രമുഖ നേതാവ്, കാസർഗോഡും സംസ്ഥാന സമിതി അംഗവുമായ രവിശതന്ത്രി കുണ്ടാറും പോയതോടെ ബി.ജെ.പിയുടെ കണ്ടകശനി തുടങ്ങിയിരിക്കുന്നു. ഇത് സുരേന്ദ്രൻജിക്ക് അയ്യപ്പൻ കൊടുത്ത ഒരു 8ന്റെ പണിയാണോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള. ഐവാ സിൽക്സ്, കാസർഗോഡ്, കാഞ്ഞങ്ങാട്, മാംഗ്ലൂർ.